ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. സ്കൂളിൽ പോയി വിട്ട് വന്ന ബാഗൊക്കെ വേഗം അവിടെ വെച്ചിട്ട് ഓടി വരിക. ഇപ്പോഴത്തെ പണി കണ്ണിമാങ്ങ വീഴുന്നുണ്ട്. അപ്പം അതിൻ്റെ ചോട്ടിലാണ് കേട്ടോ വരിക. ആദ്യം കണ്ണിമാങ്ങ വറക്കുക, എന്നിട്ടാണ് ബാക്കി പരിപാടികൾ അല്ലേ. തിന്നണ്ട, ആടിയിട്ട് വീഴണതാ. അങ്ങോട്ട് കൊടുന്നേ. കഴുക്. അനക്ക് പറക്കിട്ട് കിട്ടിയില്ല? അയ്യോ, കഷ്ടായിപ്പോയി. തരാൻ പറയുമ്മ. പകുതി ആൾ കൊടുക്ക്. അവൾക്ക് കിട്ടിയിട്ടില്ല, കൊടുക്ക്. കൊടുക്ക് പ്ലീസ്, കൊടുക്ക്. ഇതാണ് ഇനി നാളെ സ്കൂളിൽ പോണ. അവളെ സംസാരം ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അവൾക്ക് ഹിയറിംഗ് ലോസ് ഉള്ള കാരണം സംസാരം ക്ലിയർ ആയിട്ടില്ല. അതാ പോണ ഒരാള്. പേനുണ്ട് ഗൈസ്. ഇതാ കൊടുക്ക് ഹാനിയ, ഹാനിയ കൊടുക്ക്. അപ്പൊ നോക്കി നോക്ക്. റയാൻ എന്താ കാട്ടണേ? കാറ്റുകാലായതുകൊണ്ട് റയാനെ ഷീറ്റൊന്നും വിരിച്ചെടുത്ത് കിടക്കണേ ഇല്ല. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിപ്പോവാണ്. അതുകൊണ്ട് ആകെ കുട്ടികൾ നടക്കുമ്പോഴൊക്കെ വീഴാണ്. ഇനി മടക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മടക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം തട്ടി പെട്ടെന്ന് തന്നെ പുല്ല് പൊന്തും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത്. എന്തേ ഇയാളിനകത്ത് കയറ്റാൻ ഭയങ്കര പണിയാണ്. മുറ്റത്തേക്ക് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറുക എന്ന് വെച്ചാണ്ടല്ലോ ഭയങ്കര പണിയാണ്. കൊടുക്ക് കൊടുക്ക്. അപ്പൊ ബാഗ് ഒരെണ്ണം ഞാനൊക്കെ അപ്പം ഒന്നും തന്നില്ല. കൊടുക്ക്. എന്താ തരുമെന്ന് അവള് ചോദിച്ച്. കൊടുക്ക് ഹാനിയ. തന്നില്ല. സാരില്ല, കൊടുക്ക്. ചെറുത് വാങ്ങിക്കോ, ഇനി വീഴുമ്പോ എടുക്കാം നമുക്ക്. കൊടുക്ക്. ആദ്യം എന്താ ദീദിക്ക് കൊടുക്കാഞ്ഞേ? എന്തോന്നും ചോദിച്ചിട്ടില്ല. എന്തേ? ഞാൻ അടുത്ത ആൾക്ക് കൊടുക്ക്. പാവല്ലേ, കൊടുക്ക്. എനിക്ക് കട്ട് ചെയ്ത് തരാം. രണ്ടും ഒരേപോലെയാണ് കട്ട് ചെയ്തേക്കണത്. എന്നാ വേണമെങ്കിൽ കിട്ടിയത് തിന്നുക, കിട്ടാത്തതിന് വേണ്ടിയിട്ട് കരയരുത്. തിന്നോ. ഇനി വീഴുമ്പോൾ വേഗം പോയി പറക്കുക. കാറ്റുകാലം ആയതുകൊണ്ട് കാറ്റ് വീശുമ്പോൾ ടാർപ്പായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഗൈസ്. അപ്പം അങ്ങനെ 3 പേരും ഇങ്ങനെ കുറച്ചേരം ഇരിക്കും അല്ലേ? കുറച്ചേരം ഇങ്ങനെ ഇരിക്കില്ലേ? എന്നിട്ടൊരു അടി കിട്ടി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കുളിക്കുക? യെസ്. സ്കൂൾ വിട്ട് വന്ന് എപ്പോഴും പറയും വേഗം പോയി കുളിക്കുക, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാന്ന്. പക്ഷെ ഒരടി കിട്ടി കഴിഞ്ഞാലാണ് നമ്മള് ഉണ്ടോ ആള് ദീദിമാര് വന്നപ്പോ ഹാപ്പി. ഞാൻ പോയി കുളിക്കട്ടെ റയാനെ? കുളിക്കട്ടെ? ഞാൻ കുളിക്കാൻ പോവാട്ടാ. ഉണ്ടാവും, കുഴപ്പമില്ല. ആരുമില്ലെങ്കിൽ ഭയങ്കര ഉണ്ടാവും. മൂട് നനഞ്ഞിട്ട് നടക്കണം. അവനക്ക് പാപ്പു എല്ലാം പറയും. അവന് മൂത്രം മാത്രം പറയില്ല. അപ്പം അവന് 1-2 പറഞ്ഞ് കുളിക്കാൻ വിട്ടു. ഞാൻ തലേ ദിവസം കുഞ്ഞുമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചിക്കു അവിടെ ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ പറിച്ചു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറിച്ചു കൊടുക്കുന്നുണ്ടായി.
അപ്പോൾ കുഞ്ഞും പറഞ്ഞു ഇങ്ങനെ ഓരോ കടലാസിലാക്കിയിട്ട് അരിയിൽ വെച്ചാൽ മതി, നല്ല പഴുക്കും എന്ന് പറഞ്ഞു. കാരണം ഓരോന്ന് വെക്കണത് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നിലത്ത് വീഴുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്തായാലും എല്ലാം ഓരോ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ കിറ്റിലാക്കി കെട്ടിയിട്ട് അടിയിൽ വെച്ച് മൂടി വെക്കാണ്ട് ചെയ്തത്. അപ്പോൾ പഴുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയ്ക്കോ എന്തെങ്കിലുമൊക്കെ അടിക്കാം, അല്ലെങ്കിൽ വെറുതെ തിന്നാലോ. നല്ല ടേസ്റ്റുള്ള സാധനമുണ്ട്, ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ട്. പക്ഷേ ചെറിയ തൈയാണ്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ഒരെണ്ണറ്റേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് 3 പേർക്കും ഫുഡ് ഞാൻ വാരി കൊടുക്കുകയാണ്. മോനെ ഇവർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാ കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ എന്നും വന്നു കഴിഞ്ഞാൽ മിക്കതും ചോറ് തന്നെ കേട്ടോ വാരി കൊടുക്കുക. കടി ഉണ്ടെങ്കിലും ഞാൻ ചോറ് വാരി കൊടുക്കും. എന്നിട്ട് ഞാൻ ചായയുടെ കടിയോ അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും കൊടുക്കത്തുള്ളൂ കേട്ടോ, ചായയും കൊടുക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ കഴിക്കും, എന്നാലും ഒരു വിശപ്പുണ്ടാവുമല്ലോ വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ചോറ് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 3 ആൾക്കും ഇരുന്നിട്ട് വാരി കൊടുക്കുകയാണ്. 1, 2 ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് കുറേ പണികളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്, വൃത്തിയാക്കാനും അടിച്ചു വാരാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ സൈഡ് ഭാഗം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് കുറേ ഉണ്ടായിരുന്നു. ഇക്കാക ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണിക്കോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉള്ള കുറേ ചാക്കുകളും കാര്യങ്ങളും അതൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി ഇനി ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോഴാണ് അപ്രത്യക്ഷമായിട്ട് എനിക്കൊരു സാധനം ഇവിടുന്ന് കിട്ടിയത് കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ കുറച്ച് ക്ലീനാക്കിയിട്ടുണ്ടായി, കൊള്ളി കാര്യങ്ങളൊക്കെ പടർന്ന് പന്തലിച്ച് മാവിനെങ്ങാട്ടി വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വെട്ടിക്കളയുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ ഇടയിൽ കൊള്ളി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നടന്നത്, അവളൊരു കുപ്പിയിൽ വെള്ളം എന്തോ നിറച്ചിട്ട് കുട്ടറ കയ്യിൽ കൊടുത്തേക്ക്, എന്നിട്ട് കുട്ടിയോട് അത് കളയാൻ പറയുക. അപ്പോൾ കുട്ടി കളഞ്ഞപ്പോൾ അത് അങ്ങനെ മേത്തേക്ക് പോയി. അതിന് ഞാൻ അടിക്കാൻ പോയപ്പോൾ ഓടിച്ചെന്നാട്ടോ. അപ്പം അപ്രത്യക്ഷമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വൃത്തിയാക്കണതിൻ്റെ ഇടയ്ക്ക് കൊള്ളി കണ്ടു ഗൈസ്. വിചാരിക്കാണ്ട് കിട്ടിയ കൊള്ളിയാണ് കേട്ടോ. കണ്ടപ്പോൾ സന്തോഷമായി, മാഷാ അല്ലാ. ആരും കുഴിച്ചിട്ടൊന്നുമല്ല, തന്നെ മുളച്ചുണ്ടായത് തന്നെയാണ് കേട്ടോ. അവിടെ പണ്ടുപ്പ നല്ല കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഇപ്പം ഉപ്പ മരിച്ചതിന് ശേഷം ആരും അങ്ങനെ കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യണില്ല, വലിയ കാര്യമായിട്ട് പറമ്പിൽക്കും ഇറങ്ങുന്നില്ല. കാരണം എല്ലാവരും ജോലിക്കാരാണ്, അങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമൊന്നുമില്ല. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരാളിനെ വെച്ച് തരില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഉച്ചേൻ്റെ സമയത്താണ് ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. രാവിലെ ക്ലീനിങ്ങും അതും ഇതും കുട്ടികളും പോലും അവർക്ക് ഫുഡ് കൊടുക്കില്ല, അങ്ങനെ കുറേ പരിപാടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടിയ കൊള്ളിയാണ് ഇത്. പക്ഷെ മാഷാ അല്ലാ നല്ല വേവണ നല്ല കൊള്ളിയായിരുന്നു കേട്ടോ. ചിലത് മാത്രം ഒരു കയ്പ്പുണ്ടായിരുന്നു, അത് വെള്ളം തിളപ്പിച്ച് കളഞ്ഞാൽ മതി എന്ന് പറയുക. പക്ഷെ എല്ലാം ഒന്നുമില്ല കേട്ടോ, നല്ല രീതിക്ക് കൊള്ളി കിട്ടി അങ്ങനെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് മണ്ണിൽ നമുക്ക് നല്ലതായിട്ട് അലർജിയിലുണ്ട്, മണ്ണ് കൈയൊക്കെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞൊരു വിധം അതിൻ്റെ ഇരുന്നിട്ട്. എന്നാലും നമുക്കിങ്ങനെ പണിയെടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നടുവൊക്കെ ഒടിഞ്ഞൊരു വിധമാവും. അകത്തെയും പുറത്തെയും എല്ലാം കൂടി ആകുമ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം സ്ഥലമുണ്ട്, അതൊക്കെ ക്ലീനാക്കി വരികയെന്ന് വെച്ചാൽ ഒരാളും കൂടെ ഒന്നും നടക്കില്ല ഗൈസ്. അത്ര സ്ഥലം, അത്ര അധികം ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ ചൂട് ഇങ്ങനെ വെയിലായതുകൊണ്ട് ഇങ്ങനെ എടുക്കാനല്ല, ഈ മഴക്കാലത്തൊക്കെ വെച്ച് ഭയങ്കര പുല്ലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈവനിങ്ങിൽ കിട്ടിയ കൊള്ളിയാണ്, വിചാരിക്കാണ്ട് കിട്ടിയ കൊള്ളിയാണ് മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.